നമസ്കാരമുണ്ട്. മിനിക്കുട്ടം വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ട് ഓരോ വർഷം കഴിയുമ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉയർന്നു വരുന്നൊരു സംഭവമാണ് ഈ ഓട്ടോറിക്ഷ ചാർജ് സംബന്ധിച്ചുള്ള ഇത്. അമിത ചാർജ് മേടിക്കുന്നു. ഞാൻ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, അറിയാലോ. 10-18 വർഷമായി ഓട്ടോറിക്ഷ പ്രസ്ഥാനത്താണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യമേ ഈ പൊതുജനങ്ങളായിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക. കേരളത്തിൽ മൊത്തം ഓട്ടോറിക്ഷകൾക്ക് ഒരു നിയമം എന്നല്ല. എല്ലാവരും വിചാരിക്കുന്നത് കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷകൾക്കും ഒരു നിയമമല്ലേ, ഒരു ചാർജ് മേടിക്കുന്ന കാര്യത്തിൽ ഒരുപോലല്ലേ എന്നൊരു വിചാരമുണ്ട്. ഒരിക്കലും അങ്ങനല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്കിപ്പം ലാസ്റ്റിൽ 1/5/2022 ഓട്ടോറിക്ഷ ചാർജ് പുതുക്കി നിശ്ചയിച്ചത്. അതായത് മിനിമം ചാർജ് 30 എന്ന രീതിയിലേക്ക് നമുക്ക് വന്നേക്കുന്നത്. റണ്ണിങ് ചാർജ് കിലോമീറ്ററിന് 15. അപ്പം എല്ലാവരും ചോദിക്കും, ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ? അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, പിന്നെ നമ്മുടെ തൃശ്ശൂർ, കോഴിക്കോട് എന്നീ ഭാഗങ്ങളില്ലേ, ആ ഭാഗങ്ങളെ, പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ കണ്ണൂർ, പാലക്കാട്, നമ്മുടെ കോട്ടയം എന്നീ പോലുള്ള ഭാഗങ്ങൾ, നഗരപ്രദേശങ്ങളിൽ കടന്ന് ഓടുന്ന വണ്ടികൾക്ക് മേടിക്കുന്ന രീതിയിലല്ല നമുക്ക് മേടിക്കേണ്ടത്. അവിടെ കടന്ന് ഓടുന്ന വാഹനങ്ങൾക്ക് അവിടെ ഒരു ഓട്ടം പോയി മീറ്റർ ഇട്ട് വണ്ടി ഓട്ടം പോകുമ്പോൾ ഇറങ്ങുമ്പോൾ മീറ്റർ അടിച്ച ചാർജ് മേടിച്ചാൽ മതിയാവും. അങ്ങനെയാണ് ആ ഭാഗങ്ങളിൽ. മനസ്സിലായില്ലേ? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഇല്ല, വൺ സൈഡ് ഓട്ടം പോകുന്നു. പിന്നെ അവിടെ പിന്നെ സ്റ്റാൻഡായിരിക്കും. അവിടെ നിന്ന് അടുത്ത യാത്രക്കാരെ എടുത്തുകൊണ്ട് അടുത്ത ഭാഗത്തോട്ട് പോകുന്നു. അങ്ങനെ ആയിരിക്കും മിക്ക ഭാഗങ്ങളിലും ഈ പ്രദേശങ്ങളിൽ സംഭവിച്ചു പോരുന്നത്. അതുകൊണ്ട് അവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ മീറ്ററിൽ ഓടുന്ന യാത്രക്കാർ ഇറങ്ങുമ്പോൾ, ഓട്ടം കഴിഞ്ഞ് യാത്രക്കാരൻ ഇറങ്ങുമ്പോൾ മീറ്ററിൽ എത്ര രൂപ അടിച്ചോ ആ റേറ്റ് മേടിച്ചാൽ മതിയാവും. പക്ഷേ ഈ ഭാഗങ്ങൾ ഒഴികെയുള്ള മേഖലയില്ലേ, പത്തനംതിട്ട, ആലപ്പുഴ, ഞങ്ങളിപ്പോൾ അടൂർ, അങ്ങനെയുള്ള ഭാഗങ്ങളില്ലേ, പത്തനാപുരം, പുനലൂർ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ, ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന ഭാഗങ്ങൾ, പഞ്ചായത്ത്, അങ്ങനെയൊക്കെ കടന്നു ഓടുന്ന ഭാഗങ്ങളില്ലേ, ആ ഭാഗങ്ങളിൽ മേടിക്കേണ്ട രീതി അങ്ങനെയല്ല. ഒരു ഓട്ടം പോയി, ഇപ്പം ഉദാഹരണത്തിന് ഒരു ഓട്ടം പോയി, ഒരു യാത്രക്കാരൻ വണ്ടി വിളിച്ച് ഓട്ടം പോയി, ഇപ്പം ഒരു സ്റ്റാൻഡിൽ നിന്നൊരു വിളിച്ച ഓട്ടം തിരിച്ച് ആ സ്റ്റാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, നിങ്ങൾ മീറ്റർ അടിച്ചേക്കുന്ന തുക നൽകിയാൽ മതി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക്. അതായത് ഒരു സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം വിളിച്ചു, ഇപ്പം അതിനകത്ത് എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം വിളിച്ചു, ആ യാത്രക്കാരനിപ്പം പത്തനാപുരത്തോ അല്ലെങ്കിൽ കുണ്ടയത്തോ അല്ലെങ്കിൽ പുനലൂരൊക്കെ പോയി തിരിച്ച് ആ വ്യക്തിയും കൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ വന്നു. സ്റ്റാൻഡിൽ വരുമ്പോൾ മീറ്റർ എത്ര തുക അടിക്കുന്നോ ആ റേറ്റ് തന്നാൽ മതിയാവും. എന്നാൽ ഈ വിട്ടിട്ട് വരേണ്ട ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ സ്റ്റാൻഡിൽ ഓട്ടം വിളിച്ചൊരു വ്യക്തി ഇപ്പോൾ പത്തനാപുരം എന്ന് പറയുന്ന ഭാഗത്ത് പോയി അവിടെ കൊണ്ട് ഞാൻ ആ യാത്രക്കാരനെ ഇറക്കി തിരിച്ച് ഞാൻ കാലിക്ക് പോവുക. അപ്പോൾ മേടിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ മീറ്ററിൽ ഇപ്പം ഒരു ഓട്ടം പോയി മീറ്ററിനകത്ത് ഇപ്പം ഒരു 100 രൂപ അടിച്ചെന്ന് വിചാരിച്ചു. യാത്രക്കാരൻ ഇറങ്ങിയപ്പോൾ വൺ സൈഡാണ് ഞാൻ പോകുന്നത്, 100 രൂപ മീറ്റർ അടിച്ചു. അപ്പം ഞാൻ ശരിക്കും എത്ര രൂപ മേടിക്കണം? എത്ര മേടിക്കേണ്ടത്? അപ്പം മീറ്ററിൽ 100 അടിച്ചേ, 100 നിങ്ങൾ മേടിക്കേണ്ടത്. എന്നാൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. മീറ്ററിൽ 100 അടിച്ചതെങ്കിൽ പോലും നമുക്ക് മിനിമം ചാർജ് 30 എന്ന് പറഞ്ഞല്ലോ, ആ 100 രൂപയിൽ നിന്ന് മിനിമം ചാർജായി 30 രൂപ കുറയ്ക്കണം ആദ്യം. അപ്പോൾ എത്രയായി? ബാക്കി 70. അപ്പോൾ 70ൻ്റെ പകുതി കൂട്ടണം. 70ൻ്റെ പകുതി ആകുമ്പോൾ എത്രയായി? 35ആയി. അപ്പോൾ മീറ്ററിൽ അടിച്ച ഈ 100 രൂപയുടെ കൂടെ ഈ 35 രൂപയുടെ കൂടി 135 രൂപ വാങ്ങിക്കണം എന്നാണ് സർക്കാരിൻ്റെ നിയമം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് സംഭവിക്കുന്ന വിഷയം എന്തോ അറിയാമോ? യാത്രക്കാരൻ്റെ അടുത്ത് പറയുവാണ് 135 രൂപ. അപ്പോൾ യാത്രക്കാരൻ എടുത്തു വായിച്ച് ചോദിക്കും, മീറ്റർ വെച്ചേക്കുന്നത് എന്തിനാ? മീറ്ററിനകത്ത് 100 രൂപയല്ലേ അടിച്ചുള്ളൂ, ഞാൻ 100 രൂപ തരത്തുള്ളെന്ന് പറയും. മനസ്സിലായില്ലേ? അവിടെയാണ് വിഷയം ഉണ്ടാകുന്നത്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനെതിരെ കംപ്ലയിൻറ്റുകൾ ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് തന്നെ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. കംപ്ലയിൻറ്റുകൾ പലയിടത്തും, പല യൂണിയനൊക്കെ പല രീതിയിലും, വിവിധ യൂണിയൻ ഇടപെട്ട് ഇത് ലീഗൽ മെട്രോളജിയിലും ആർ ടി ഓഫീസിലൊക്കെ അറിയിച്ചതാണ് ഈ സംഭവം. അതായത് യാത്രക്കാരൻ ഇറങ്ങുമ്പോൾ മീറ്റർ അടിച്ച് തുക തരാനേ തയ്യാറാവത്തുള്ളൂ, മീറ്റർ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ ഈ കണക്കൊക്കെ പറഞ്ഞ് 135 പറയുമ്പം പുള്ളിക്കാരൻ പറയും മീറ്റർ അടിച്ച തുകയില്ല. സ്വാഭാവികമാണ്. അപ്പം ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇടപെട്ട്, അതായത് ഗതാഗത വകുപ്പും ഒക്കെ ഇടപെട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മീറ്ററിൽ ഈ സംഭവം ഒരു സ്വിച്ച് കൂടെ വേണം. ഇപ്പം നമ്മൾ ഹയർ സ്വിച്ച് ഉണ്ട്, വെയിറ്റിംഗ് അടിക്കുന്ന സ്വിച്ച് ഉണ്ട്, ടോട്ടൽ ഫെയർ എത്ര അടിക്കുന്ന വെച്ചാൽ ആ സ്വിച്ച് ഉണ്ട്. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ, ഈ തിരിച്ച് വരുന്നില്ല, ഓട്ടം വിളിച്ച ആളെ അവിടെ കൊണ്ടുവിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്ററിനകത്ത് ഫെയർ മീറ്റർ എന്ന് റേറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തുക കിട്ടണം. ഈ 135 എന്ന് പറഞ്ഞത് ഈ 100 രൂപയുള്ള സാധനത്ത് 135 ബില്ല് മീറ്ററിൽ അടിച്ച് കാണിച്ചാൽ യാത്രക്കാരന് ഓക്കെ ആയിരിക്കും. അതിന് യാത്രക്കാർക്കുള്ള സൗകര്യം, അത് ചെയ്യാനുള്ള സൗകര്യം കൂടെ യാത്രക്കാരനും കൊടുക്കണം. ഓട്ടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇന്ന സ്വിച്ച് ഞെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ അടിക്കും, ആ റേറ്റ് നിങ്ങൾ തരുക. നമ്മളിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതും മതി, നിങ്ങൾ കൃത്രിമം കാണിച്ചില്ല ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിന് യാത്രക്കാർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പം അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ
എന്നെ സംബന്ധിച്ചോളം, ഞങ്ങളെ മിക്ക ഡ്രൈവർമാരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് മീറ്റർ ഇട്ട് ഓടുന്നതാണ് നല്ലത്. പിന്നെ പ്രശ്നം എന്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ മോശമായ റോഡുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ. വളരെ കയറ്റമുള്ള റോഡുകൾ, കുത്തിറക്കമുള്ള റോഡുകൾ, നല്ല രീതിയിൽ മോശപ്പെട്ട റോഡുകളുണ്ട്. ഈ റോഡിൽ കൂടെയൊക്കെ ഈ പറഞ്ഞ റേറ്റിൽ, ഈ പറഞ്ഞ തുകയ്ക്ക് മീറ്റർ ഇട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതലാവത്തില്ല. ഈ പറഞ്ഞ പോലെ ചില റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ പാറ പോലെ ഇളകി കിടക്കുക, പാറയും വീട്ടിലേക്ക് വന്ന് ഇളകി കിടക്കുക. വർഷങ്ങളായിട്ട് അറിയാത്ത ഭാഗങ്ങളാണ്. ഈ വനപ്രദേശങ്ങളിലേക്ക് ഓട്ടം പോകുന്നവർക്ക് മനസ്സിലാവും. ഞാൻ പത്തനംതിട്ട ജില്ല അറിയാമല്ലോ, പത്തനംതിട്ടയുള്ളവർക്ക് തന്നെ അറിയാം. ചില കയറ്റമൊക്കെ കയറി മലയും ഒക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ പോയിട്ട് ഈ കണ്ടിന്യൂ ഏറ്റം കാണും. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ നല്ല കുത്ത ഏറ്റം കാണും. അവിടെയൊക്കെ ഈ പറഞ്ഞ റേറ്റിൽ ഞങ്ങൾക്ക് ഓടാൻ പാടാണ്. എങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഒരു 5 ഓട്ടം, ഒരു 500 ഡീസൽ അടിച്ച് ഓട്ടം പോയി നോക്കാം, അതുവഴി എത്ര രൂപ ഡീസൽ കത്തുമെന്ന് മനസ്സിലാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മലയോര പ്രദേശങ്ങളിൽ ഓടുന്ന വാഹനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിനൊരു കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റണം ഗവൺമെൻറ്റിന് തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ മീറ്റർ ഇട്ട് ഓടുന്നത് തന്നെയാണ് നല്ലത്. കാരണം റേറ്റ് കൂടുതൽ മേടിച്ചെന്നോ റേറ്റ് കുറച്ച് മേടിച്ചെന്നുള്ള ഒരു പരാതികളില്ല. ഈ റേറ്റ് കൂടുതൽ മേടിക്കുമ്പോൾ മാത്രമേ പൊതുജനങ്ങൾ പരാതിയായിട്ട് വരാറുള്ളൂ. റേറ്റ് കുറച്ച് മേടിച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ പരാതിപ്പെടാറില്ല. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ റേറ്റ് കുറച്ച് ഓടുന്നവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ളൊരു ഓട്ടക്കാരൻ കൃത്യമായിട്ട് റേറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ആ യാത്രക്കാരൻ പറയും, ഇന്നയാൾ ഇത്ര രൂപ മേടിച്ചുള്ളൂ, നിങ്ങളെന്ത് കൂടുതൽ മേടിക്കുന്നുള്ള ചോദ്യം വരും. ഇതാണ് ഈ റേറ്റ് കൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതി വരാൻ കൂടുതലും വിഷയം. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. ഇതിന് ഗവൺമെൻറ് ഇടപെട്ട് എന്തുവാ വെച്ചാൽ ഒന്നിനും ചെയ്യണം. ഈ മീറ്ററിനകത്ത് ഇതുമാണ് ഈ പറഞ്ഞ പോലെ പല നിയമങ്ങളുമുണ്ട്. ഈ മോട്ടോർ ചാർജ് മേടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ, രാത്രി 10 മണി തൊട്ട് 5 മണി വരെ ഓടുന്ന ഓട്ടോക്കാരില്ലേ, അവർക്ക് ഈ പകുതി ചാർജ് അധികം മേടിക്കാം. 100 രൂപയാണ് ടോട്ടൽ ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ 50 രൂപയുടെ മേടിക്കാം, 150 മേടിക്കാം. ഇതൊക്കെ യാത്രക്കാരും മനസ്സിലാക്കണം. ആ ചാർജ് കൂടുതൽ മേടിക്കുന്നതല്ല, അങ്ങനെയാണ് നിയമം. രാത്രി 10 മണി തൊട്ട് രാവിലെ 5 മണിക്ക് ഇടയ്ക്കുള്ള ഓട്ടത്തിന് ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ 100 രൂപയാണ് ചാർജ് വന്നതെന്നുണ്ടെങ്കിൽ 150 മേടിക്കുക. അത് നിയമപരമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അങ്ങനെ യാത്രക്കാരെല്ലാം തരാറുണ്ടോ? ഞങ്ങളുടെ ഏരിയയിലൊന്നും ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല, അങ്ങനെ തന്നതും കണ്ടിട്ടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ തരത്തില്ല. അവർ അപ്പോഴും ഓടുന്ന ഈ പകൽ ഓടുന്ന റേറ്റിന് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പം യാത്രക്കാരും മനസ്സിലാക്കുക, ചാർജിനെ കുറിച്ചാണ് ഇങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ നിയമപരമായ രീതിയിൽ ഉള്ള ചാർജാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഗതാഗത വകുപ്പും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. ഈ മലയോര പ്രദേശങ്ങളിൽ ഓടുന്ന വർഷങ്ങളായിട്ടിത് സർക്കാരിലേക്ക് അവതരിപ്പിച്ച് അതിനൊരു കൃത്യമായിട്ട് സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഗണേഷ് കുമാർ സാറാണ് ഇരിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഞാനിപ്പോൾ പറയുന്നതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഡ്രൈവറായിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഇതിനെതിരെ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തണം. മീറ്റർ ഇട്ട് ഓടുന്നത് തന്നെയാണ് നല്ലത്. ഞങ്ങൾ മീറ്റർ ഇട്ട് ഓടാത്തതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. പറഞ്ഞില്ലേ, 2 കിലോമീറ്റർ ഉള്ളൂ. 2 കിലോമീറ്റർ നല്ല തേരിയുള്ള ഒരു ഓട്ടം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ ഉപയോഗിച്ചാൽ മാത്രമേ പോകുന്നുള്ളെങ്കിൽ എന്തുമാത്രം ഇന്ധനം ചിലവും. അതിൻ്റെ കൂട്ടത്തിൽ ഈ റോഡ് മോശം കൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വണ്ടിക്ക് തേയ്മാനം വരും, വണ്ടിക്ക് എന്തുമാത്രം പണി വരും. വർക്ക്ഷോപ്പിലും നിലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുമാത്രമാണ് ചാർജ് ആവുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാവരോടും ഇരുന്ന് ആലോചിച്ച് നല്ലൊരു ഉചിതമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.